മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് രുചി മകനെ സ്കൂളിലാക്കിയിട്ട് തിരിച്ചു വരുമ്പോൾ അവിടെ സെർവൻറ്റ് സരിതാബായിയെ കാണുകയാണ്. അപ്പോൾ ഉള്ള കാര്യമാണ് എന്താണ് അവരെ കണ്ട് അവരെ മുഖം ആകെ ദേഷ്യം വന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ കാര്യം എന്താണെന്ന് അറിയാത്തൊരവസ്ഥയാണ് രുചി ശർമ്മയ്ക്ക്. അപ്പോൾ എന്താ അതെന്ന് നമുക്ക് നോക്കാം. 41 ആണ് പേജ് നമ്പർ. പാസ് പहुंचकर उसने देखा സരിതാബായി का चेहरा गुस्से से लाल हो रहा है. അപ്പോൾ അടുത്തെത്തിയപ്പോൾ തോന്നി സരിതാബായിയുടെ മുഖം ഭയങ്കര ദേഷ്യപ്പെട്ട് ചുവന്ന് തുടുത്ത പോലെ തോന്നി. ക്യാ ബാത്തേ ബായ്, ബഹുത് ദേർ സേ ഗഡി ഹോ ക്യാ. അപ്പം എന്താ കാര്യം, കുറേ നേരമായി എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ തുടങ്ങിയിട്ടെന്ന് നമ്മുടെ രുചി ചോദിക്കുകയാണ്. സരിത ने कहा मेरे को तुम्हारा काम नहीं करना मांगता, मेरा ഹിസാബ് कर दो. അപ്പോൾ തിരിച്ച് സെർവൻറ്റ് മറുപടി പറയാണ്, എനിക്ക് നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യാൻ ഒരു താല്പര്യമില്ല, എൻ്റെ കണക്കൊക്കെ സെറ്റിലാക്കിയിട്ട് എന്നെ പറഞ്ഞയച്ചോളൂ, ഞാൻ പോവാണെന്നുള്ള രീതിയിൽ പറയാണ്. ക്യാ ഹുവാ, പിछले മഹീനെ തോ തുമ്ഹാരി പഗാർ ബഡായി ദി. അപ്പം എന്ത് പറ്റി, കഴിഞ്ഞ മാസമല്ലേ നിങ്ങളുടെ സാലറി ഞാൻ കൂട്ടി തന്നത്, അപ്പം എന്തപ്പോൾ പറ്റിയെന്ന് ചോദിക്കുകയാണ്. പഗാർ കാ ബാത് നെഹി, ബസ് മേരെ തോ നെയ് കന്ന തുമ്ഹാരി കാം. അപ്പോൾ എന്താ പൈസ കൂട്ടി തന്നെ അതിൻ്റെ ഒന്നും പ്രശ്നമല്ല, എനിക്ക് നിങ്ങളുടെ അവിടെ പണിയെടുക്കാൻ ഒരു താല്പര്യമില്ല എന്നാണ് പറയുന്നത്. ബഹുത് പൂച്ഛനെ പർ സരിതാനെ ജോ ബത്തായ സുൻകർ രുചി ബി സൻ രഹ് ഗയി. ഇപ്പോൾ കുറേ ഇങ്ങനെ ചോദിച്ചു, കുത്തി ചോദിച്ചു, എന്താ കാര്യം, ഇവിടെ എന്താ പണിയെടുക്കാൻ ഇഷ്ടമില്ലാത്തത്, അങ്ങനെ ചോദിച്ച് നിന്നപ്പോൾ അവസാനം കാര്യം പറഞ്ഞു, എന്താണ് സത്യാവസ്ഥ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ നമ്മുടെ രുചി ആകെ ഞെട്ടിത്തെറിച്ചു നിന്നു. कुछ देर पहले सरिता ने आकर रोज़ की तरह कॉलिंग बेल बजाई. പ്രഭാകരനെ ദർവാസ ഖോല. അപ്പോൾ കുറച്ച് മുമ്പ് കുട്ടീനെ സ്കൂളിൽ കൊണ്ടാക്കിയ ആ ഒരു ടൈമിൽ ഇവരെ സെർവൻറ്റ് സരിതാബായി വന്നു. അപ്പോൾ വന്നപ്പോൾ കോളിംഗ് ബെൽ അടിച്ചു. അപ്പോൾ പ്രഭാകർ വന്നിട്ടാണ് വാതിൽ തുറന്നത്. सरिता रसोई में बर्तन साफ़ करने लगी कि अचानक प्रभाकर आया और सरिता को पकड़ लिया. അപ്പോൾ സരിതയാണെങ്കിൽ എന്താ അടുക്കളയിൽ പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കായിരുന്നു. അപ്പോൾ ഇയാൾ വന്നിട്ട് അവരെ കയറി പിടിച്ചു. उसने अपने को जुटाया और चिल्लाया, सब यह क्या करता तुम, സാബ് യഹ് ക്യാ കർത്താ തും. അപ്പോൾ ഒരു ഓളിട്ടിട്ട് ആകെ നിലവിളിച്ചു തുടങ്ങി. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്യുന്നത് സാറെന്ന് ചോദിച്ചു. മേ വൈസി ബായ്ക്കോ നയി ഹും. പ്രഭാകർ നഹി മാന ഓർ ഉസേ ഗസീട്ട് കർ കമറേ മേ ലേ ജാനേ ലഗാ. അപ്പോൾ ഇവർ പറയുകയാണ് അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇയാളത് കേൾക്കാതെ ഇവരെ വലിച്ച് റൂമിലേക്ക് കൊണ്ടുപോവാണ്. കിസി തര ഉസേ ധക്ക ദേക്കർ വഹ് ബാഹർ ബാഗി. അപ്പോൾ എങ്ങനെയൊക്കെ അയാളെ ഇടിച്ച് മാറ്റിയിട്ട് ഉന്തിയിട്ടിട്ട് ഇവർ പുറത്തേക്ക് വന്നു. വഹ് രുചിക ഇന്തസാർക്കാർ രഹീദി. അപ്പോൾ ഇവരാണെങ്കിൽ എന്താ ഇത് പറഞ്ഞിട്ട് പോവാമെന്ന് വിചാരിച്ച് രുചീനെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. രുചിക്കോ ഖുദ് ചക്കറാനേ ലഗി. ഇപ്പോൾ ഇവർക്ക് എന്താ തല കറങ്ങണ പോലെ തോന്നി രുചിക്ക്. ഇങ്ങനത്തെ ഒരു കാര്യം കേൾക്കുമ്പോൾ സ്വന്തം ഭർത്താവ് ഇങ്ങനെ മോശമായി വേറൊരു സ്ത്രീയോട് ചെയ്തു എന്ന് പറയുമ്പോൾ അവർക്ക് ആകെ വിഷമം, അതുപോലെ തന്നെ തല കറങ്ങണ പോലെ തുടങ്ങി. മുഷ്കിൽ സെ ആധാ ഘണ്ടെ കെ ലിയെ ഉസ്നെ घर छोड़ा होगा और यह कान हो गया. സരിതാബായി के സാമനെ വഹ ഹമേഷ കേലിയെ ഷർമിന്ദ ഹോ ഗയി. അപ്പോൾ എന്താ കുറച്ച് നേരം ഇങ്ങനെ മിണ്ടാതിരുന്ന അവർക്ക് ആകെ നാണം കെട്ട പോലെ തോന്നി. കുറച്ച് നേരം എവിടെയെങ്കിലും മാറി വെച്ചാൽ അപ്പോൾ ഇവർക്കെന്ന് വെച്ചാൽ എന്താണെന്നറിയോ തോന്നുന്നത്, ഇവരെ മുന്നിൽ ആകെ നാണം കെട്ട പോലത്തെ അവസ്ഥയായി, ഒന്നും മിണ്ടാൻ പറ്റാത്ത ഇങ്ങനെ തല എന്താ പറയുക താഴ്ത്തി നിൽക്കേണ്ട ഒരു അവസ്ഥ ആണ്. രുചീനെ സംജായ മേരെ സാത്ത് അന്തർ ചലോ തുമ്ഹാരി സാമനെ മേ ഉസേ ബാത് കരൂങ്കി. അപ്പോൾ പറയണേ എൻ്റെ ഒപ്പം ഒന്ന് അകത്തേക്ക് വാ, ഞാൻ നിൻ്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ അയാളോട് കാര്യം ചോദിക്കാമെന്ന്. സരിതാബായിനെ കാനോം കോ ഹാത്ത് ലഗായ നാ ബാബ നാ മേ മെഹനത്തി കി കമായി ഗാത്തി മേരേക്കോ അപ്നി ഇസ്സത്ത് പ്യാരി ഹേ. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ അധ്വാനിച്ചിട്ടാണ് ജീവിക്കുന്നത്, അപ്പോൾ എനിക്കും എൻ്റേതായ എന്താ പറയുക ഇസ്സത്ത്, ആ ഒരു എന്താ റെസ്പെക്റ്റ് ഉണ്ട്, എനിക്കും ഒരു മര്യാദകളും എനിക്കും ഒരു എന്താ പറയുക ഒരു അഭിമാനമുണ്ട്, അത് കളയണ്ടെന്ന് പറയാണ്. ആ പടയിലേക്ക് മാസൂം
कैसे रहते क्या मालूम मैं अब काम नहीं करेंगी നിങ്ങൾ വലിയ പഠിച്ചവരാണ് നിങ്ങൾക്ക് എന്താ നിങ്ങൾ വലിയ ആൾക്കാരാണ് അപ്പം നിങ്ങൾക്ക് എന്തും ആവാമല്ലോ അപ്പം എന്നെപ്പോലുള്ളവരെ വിട്ടേക്ക് मैं अब नहीं काम नहीं करेंगी ഞാൻ ഈ ജോലി ചെയ്യില്ല रुचि ने उसे हिसाब से ज़्यादा पैसे पकड़ाया और उसका हाथ दाम कर कहा सरिताबाई मैं तेरे को सॉरी बोलती അപ്പോൾ അവർക്ക് എന്താ കൊടുക്കണേക്കാളും കൂടുതൽ സാലറി കൊടുത്തു എന്നിട്ട് പറയാണ് നിങ്ങൾ കൈ പിടിച്ചിട്ട് പറഞ്ഞു സോറി പറഞ്ഞു अपनी चाबी से दरवाज़ा खोल जब रुचि घर में दाखिल हुई प्रभाकर बिस्ते में लिहाज में मुंह टांग कर ऐसे सो रहा था जैसे अभी जागा ही ना हो അപ്പോൾ ഇവർ വാതിൽ തുറന്ന് നോക്കിയപ്പോൾ ഇയാളാണെങ്കിൽ മൂടിപ്പൊതച്ചാകെ കെടുക്കുകയാണ് എന്താ ഇതുവരെ എണീറ്റിട്ടില്ല എന്നുള്ള രീതിയിൽ ഒന്നും ഇവിടെ നടന്നിട്ടില്ല ഞാൻ ഉറങ്ങുകയാണ് ഞാൻ എണീറ്റിട്ടില്ല എന്നുള്ള രീതിയിൽ കെടുക്കുകയാണെന്ന് रुचि का तैशा आ गया उसने हाथों का सामान मेज़ पर पटक कर और पति का लिहाज खींच कर कहा അപ്പോൾ അവർക്ക് ദേഷ്യം വന്നപ്പോൾ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ മേശയും ഇങ്ങനെ നിന്നങ്ങനെ കുത്തനെ എറിഞ്ഞിട്ട് ഇയാളുടെ എന്താ പറയുക ബ്ലാങ്കറ്റ് അങ്ങോട്ട് പിടിച്ചു വലിച്ചു मेरे सामने सोने का नाटक करने की ज़रूरत नहीं है सरिता ने मुझे सब कुछ बताया दिया है അപ്പോൾ എൻ്റെ मुന്നിൽ വലിയ നാടകം കളിക്കേണ്ട ആവശ്യമില്ല ഡ്രാമ നിർത്തിക്കോ സരിത എൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞു എന്ന് രുചി പറയാണ് प्रभाकर ने आंखें खोली और टेढ़े स्वर में कहा सुबह उड़ते ही शुरू हो गई तुम्हारी गिच गिच सोने दो मुझे അപ്പോൾ ഇയാളെന്താ ഉറക്കച്ചടവിൽ സംസാരിക്കണ പോലെ പറഞ്ഞു എണീറ്റപ്പോഴും തുടങ്ങിയ നിനക്ക് കാലത്ത് തന്നെ നീ തുടങ്ങിയ നിൻ്റെ ഈ CBI അന്വേഷണം പോലത്തുള്ള കാര്യങ്ങളൊക്കെ എന്നെ ഉറങ്ങാനൊന്ന് സമ്മതിക്കുന്നു रुचि और भी भटक गई तुम्हारी वजह से सरिता काम छोड़ गई तुम्हें शर्म आनी चाहिए तुमने उसकी बेइज्जती की അപ്പോൾ നീ കാരണം എന്താ അവർ കൂടുതൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക നീ കാരണം അവർ ജോലി നിർത്തിപ്പോയി നിനക്ക് നാണമില്ലേ നീ കാരണം ഒരു പെൺകുട്ടീനെ ഇങ്ങനെ മോശമാക്കിയതില്ലേ നിനക്ക് നാണമില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അവരെ നീയെ എന്താ പറയുക റെസ്പെക്റ്റ് ചെയ്തില്ല അവരോട് അപമര്യാദയായിട്ട് പെരുമാറിയെന്ന് प्रभाकर लिफास फेंककर उठ बैठा क्या बेइज्जती की मैं क्या उसकी पूजा करता वह मेरे पास आकर खुद लेट गई അപ്പോൾ പറയാണ് പ്രഭാകർ ലിഫാഫ് ഫേങ്കർ ഉഡ് ബൈറ്റ് അപ്പോൾ എന്താ പുതപ്പൊക്കെ മാറ്റിയിട്ട് ഇയാൾ എണീറ്റു അപ്പോൾ പറയാണ് ഞാൻ എന്ത് തെറ്റാ ചെയ്ത് ഞാൻ അവനെ എങ്ങനെ അപമര്യാദയായി അവരോട് പെരുമാറിയെന്ന് മേ ക്യാ ഉസ്കി പൂജ കർത്താൻ ഞാൻ എന്താ അവളെ പൂജിക്കണം അവളാണ് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് एकदम झूठ रुचि चिल्लाई वह मेहनतकश औरत 4 घरों का काम करती है 5 साल से हमारी यहाँ है പറയണ നീ മിണ്ടിപ്പോരുത് നീ പറയണത് നോണയാണ് അതെന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ഒരു സ്ത്രീയാണ് എന്നുവെച്ചാൽ 4 വീടുകളിൽ അവർ ഒരേ സമയം ജോലി ചെയ്യുന്നുണ്ട് മാറി മാറി ജോലി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ 5 വർഷമായി നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് ഉസ്കി നസർ എക്ദം സാഫ് ഹേ അപ്നി ഗംസോറി ഉസ്കെ സിർ ക്യോം ഡാൽത്തെ ഹോ അപ്പം എന്താ അവരുടെ ദൃഷ്ടി നല്ല രീതിയാണ് അവർ നല്ലതാണ് പക്ഷെ നീ ചെയ്ത് തെറ്റാണ് എന്നിട്ട് അത് ആ പാവത്തിൻ്റെ തലയിൽ ഇടരുതെന്നാണ് പറയണത് यानी तुम्हें उस 2 खौड़ी की बाई की बात का ज़्यादा भरोसा है मेरा नहीं मैं कह रहा हूँ मैंने कुछ नहीं किया ട്ടോ അപ്പോൾ പറയാണ് എന്താ നിനക്കെന്താ ഇന്നലെ വന്ന ആ സ്ത്രീ പറയണതാണോ നിനക്ക് ശരിയാണെന്ന് തോന്നുന്നത് ഞാൻ പറയണത് എന്താ നിനക്ക് വിശ്വാസമല്ലേ അങ്ങനെയാണെങ്കിൽ നീ എന്നെ വിശ്വസിക്കണ്ട അപ്പോൾ അങ്ങനെയാണെങ്കിൽ നീ എന്നെ വിശ്വസിക്കണ്ട എന്ന് പറയാണ് तुम लंपट भी हो और झूठे भी रुचि ने कहा अब मैं अब यहाँ बिल्कुल नहीं रहूँगी അപ്പം നീ അയാളോട് പറയണം നീ സ്ത്രീലമ്പടനാണെന്ന് പറയില്ലേ അപ്പോൾ തന്നെ വായ തുറന്ന നുണയാണ് പറയുക അപ്പം ഞാൻ ഇനി ഇവിടെ നിൽക്കാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഇവർ പറയാണ്
जहाँ तुम्हारी सिर समाये वहाँ जाओ, मेरी बला से बाढ़ में जाओ, तंग आ गया हूँ मैं भी, वैसे ही मुझे तुम्हारा क्या साथ मिलता है। रात भर तुम बच्चे के साथ नींद लेते हो, दिन में तुम्हें घर का कोई ना कोई काम रहता है। तुम्हें इसका एहसास तक नहीं कि पति का कोई और ज़रूरत भी होती। कई बार मुझे लगता है मुझे पति की जगह रोबे मिला हुआ है. ഇപ്പോൾ ഇവർ പറയാണ്, ഇയാൾ പറയണ നീ പൊയ്ക്കോ, ഞാൻ ഇല്ലാത്തടത്ത് എവിടെയെങ്കിലും പൊയ്ക്കോ, നീ എവിടെയെങ്കിലും പൊയ്ക്കോന്ന്, കാരണം നീ ഒരു നല്ലൊരു ഭാര്യയല്ല, എന്താ ഇപ്പോഴും ആ മോൻ്റെ അടുത്താണ് നീ എപ്പോഴും ഉള്ളത് രാത്രി വരെ, പിന്നെ നീ കാലത്താണെങ്കിൽ എല്ലാ കാര്യങ്ങളും പണികളും ചെയ്യുന്നു നടക്കും, ഒരു ഭർത്താവിന് കൊടുക്കേണ്ടതൊന്നും നീ കൊടുക്കാറില്ല, നീ ശരിക്കും ഒരു നല്ല ഭാര്യയല്ല എന്ന് പറയുകയാണ്. ഉരുജി റുവാംസി ഹോ ഗയി, यह उसका गमसोर पक्ष था. गगन के आगे पीछे साई की तरह साथ रहने का उसका मातृत्व पहलू इतना मुख्य हो गया था कि पति का साथ उसके लिए सुहाना की जगह ഭയാവന ഹോ ഗയാ. എന്താ, ഇവരൊരമ്മയാണ്, കുട്ടീടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അത് വരെ ഒരു വീക്ക് പോയിൻ്റാണ്, മകനെ മാത്രം നോക്കുക. അപ്പോൾ ആ സമയം എന്താ ഭർത്താവിനോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ദിൻഭർ की उछल कूद भाग दौड़ के बाद रात की नींद में गगन बिस्तर पर बहुत उलट पलट करता, अभी टेढ़ा सोता तो कभी बिस्तर के बीचों बीच. सुविधा के ख्याल से प्रभाकर ने दूसरे कमरे में सिंगल बेड पर सोना शुरू कर दिया था. അപ്പോൾ ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ സ്കൂളിൽ പോയി ആ ഒരു ഇതിൽ എന്താ റൂമിൽ വന്നു കഴിഞ്ഞ് കിടക്കുമ്പോൾ ആകെ എന്താ പറയുക, തിരിഞ്ഞ് മറിഞ്ഞോ, ചിലപ്പം തെറ്റത്ത് കിടക്കും, ചിലപ്പോൾ നടുക്കില്ല, അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ എന്താ പറയുക, ആ ഒരു സൗകര്യത്തിന് വേണ്ടി ഇയാളാണെങ്കിൽ ഒരു സിംഗിൾ ബെഡ്റൂം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. डबल बेड पर माँ बेटे सोते. रुचि को कई बार यह लगता है कि सोने का यह इंतज़ाम ठीक नहीं है, पर गगन उसके गले में बाह डालकर ऐसी प्यारी बातें करता है कि उसके पता ही नहीं चलता कब वह भी सो गई. അപ്പോൾ പറയാണ് ഇയാൾ സെപ്പറേറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇവർ ആലോചിക്കുകയാണ് എന്താ ചെയ്യേണ്ട. ആ സമയത്ത് ഇയാൾ സെപ്പറേറ്റ് ആയിട്ട് കിടക്കുമ്പോൾ മകൻ്റെ ഒപ്പം, മകനാണെങ്കിൽ അമ്മ ഇല്ലാതെ പറ്റില്ല, അപ്പം അവരുടെ കവിളത്ത് കൈ വെച്ച് എന്താ പറയുക, അന്നത്തെ എന്താ പറയുക, ചെറിയ കുട്ടിയായിരുന്നല്ലോ, അപ്പം അങ്ങനെയൊക്കെ അത് ശീലമായി. അപ്പം അങ്ങനെ ആയ കാരണം ഇയാളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാനോ ഒന്നും ഇവർക്ക് പറ്റിയിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു ചെയ്യുന്നത് ശരിയല്ല. പക്ഷേ മകൻ്റെ ഒപ്പം ആ ഒരു ടൈം എന്ന് പറയുമ്പോൾ അവൻ ഓരോ കഥകൾ പറഞ്ഞു നിൽക്കുമ്പോൾ എപ്പോഴാണ് രണ്ടുപേരും ഉറങ്ങുന്നത് പോലും അറിയാറില്ലാന്ന്. फिर 4-5 पेग पी लेने के बाद प्रभाकर का जो मूड होता उसमें रुचि को लगता इस वक्त इस इंसान से दूर रहने की ही गैरियत है. रुचि सोचती गगन थोड़ा सा समझदार हो जाए तो वह उसे अगले कमरे में सुलाया करेंगी. പിന്നെ അയാൾക്ക് എന്താ വെച്ചാൽ കുടിച്ചാലാണ് ഒരു മൂഡ് വരിക. അപ്പോൾ വെച്ചാൽ അതെന്ന് പറയുമ്പോൾ ഇവരെ സംബന്ധിച്ച് എന്താ ആ ഒരു രീതിക്ക് മാത്രമേ ഇയാൾക്ക് വേണ്ടെന്നുള്ളൊരു തോന്നലാണ്. പിന്നെ ഇവർ വിചാരിച്ചു കുറച്ച് പക്വതയായി കഴിഞ്ഞ് ഒന്നും കൂടി വലിയ കുട്ടിയായി കഴിഞ്ഞാൽ ഇവനെ ആ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന്. उताप और उत्तेजना में रुचि ने बड़े वाले सूटकेस में अपने कपड़े पटके. यह भी नहीं देखा कि साड़ियाँ रखी और उनके ब्लाउज पेटीकोट भी लिए है या नहीं. അപ്പോൾ എന്താ ആ ഒരു ദേഷ്യത്തിൽ ആ ഒരു ഇതിൽ ഡ്രസ്സൊക്കെ വെക്കാൻ തുടങ്ങി, എന്തൊക്കെ വെച്ചോന്ന് തന്നെ ഒരു ഐഡിയ ഇല്ല. സൽവാർ കമ്മീസ് ഓം की संग दुपट्टे रखने का भी धीरज उसमें कहाँ था. ഇപ്പം എന്താ ഡ്രസ്സ് സൽവാർ ചുരിദാർ വയ്ക്കുമ്പോൾ അതിൻ്റെ ഒപ്പമുള്ള ദുപ്പട്ടിയും അതുപോലെ തന്നെ അതൊക്കെ വെച്ചിട്ടുണ്ട്. ആ ഒരു ധൃതിയിൽ അതൊക്കെ ആ ഒരു എന്താ പറയുക, എങ്ങനെയെങ്കിലും അവിടുന്ന് ഓടണം എന്നുള്ള ഇത് മാത്രമായിരുന്നു. गुसलखाने में जाकर जल्दी से वह नहाई. केवल अपना टूथब्रश लेकर वह बाहर निकली, क्योंकि साबुन, टूथपेस्ट, ഷാംപൂ പൂരെ പരിവാർ കെ ബീച്ച് ഏക് ദേ. അപ്പോൾ അവരെന്ത് ചെയ്തു, ബാത്റൂമിൽ പോയിട്ട്
പെട്ടെന്ന് കുളിച്ചു. എന്നിട്ട് അവരുടെ ടൂത്ത് പേസ്റ്റ് മാത്രം എടുത്തു. കാരണം ഷാമ്പു, സോപ്പ് അതൊക്കെ എല്ലാവർക്കും പേസ്റ്റൊക്കെ കോമൺ ആയിരുന്നു, എല്ലാവർക്കും ഒന്നായിരുന്നു. ഉസ്നെ സോച്ചാ था प्रभाकर अभी करवट लेकर उठेगा और उसका रास्ता रोककर कहेगा രച്ചു നാ ജാവോ. അപ്പോൾ ഇവർ വിചാരിച്ചു അയാൾ എണീറ്റിട്ട് പറയും നീ പോവല്ലേ രച്ചു എന്ന് വിളിക്കണതാണ് കേട്ടോ. പോവല്ലേ ऐसे भी क्या गुस्सा. അപ്പം ഇങ്ങനെ നീ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ എന്നൊക്കെ പറയുമെന്ന് വിചാരിച്ചു. वह सॉरी कहेगे तो वह एक बार फिर उसे माफ़ कर देंगी. लेकिन प्रभाकर तो घोड़े बेचकर सो गया लगता था. അപ്പോൾ ഇവരെന്താ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ അവൾ പറയുന്നുണ്ട് അയാൾ എൻ്റെ അടുത്ത് ഒരു പ്രാവശ്യമെങ്കിലും മനസ്സറിഞ്ഞ് സോറി പറഞ്ഞെങ്കിൽ ഞാൻ വീണ്ടും നിൽക്കുമായിരുന്നു. പക്ഷേ ഇവിടെ എന്താ ഉണ്ടായി, അയാൾ സോറി പറയാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല, അയാൾ കിടന്ന് ഉറങ്ങായിരുന്നു എന്ന്. रुआमसी निरुपायादा में रुचि बाहर निकल आई. तभी उसने सोचा अरे मैं मम्मी पापा को बताया ही नहीं कि मैं उसके पास आ रही हूँ. घर के फाटक पर ही गड़े गड़े उसने फ़ोन मिलाया. അപ്പോൾ എന്താ, അച്ഛനമ്മേനെ വിളിച്ച് പറഞ്ഞിട്ടില്ല ഞാൻ വീട്ടിലേക്ക് വരുന്ന കാര്യം. അപ്പം ഗേറ്റിൻ്റെ അവിടെ വെച്ചിട്ട് വിളിച്ചു. घर के फाटक पर भी गड़े गड़े उसने फ़ोन मिलाया. पापा बोल रही थी तड़फड़ी तनाव और घबराहट में उसमें कुछ असंबद्ध वाक्यों में पापा को यहाँ की സ്ഥിതി बताते हुए कहा कि अब उसका यहाँ रहना नामुमकिन है. അപ്പോൾ ഭയങ്കര വിറച്ച് ദേഷ്യം വിഷമത്തിലൊക്കെ അച്ഛനോട് എങ്ങനെയൊക്കെ ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അവസാനം പറഞ്ഞു എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല, ഒരു നിവർത്തിയില്ല എന്ന് പറഞ്ഞു.